പ്രിയപ്പെട്ട ദൈവവേദരെ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുന്നുണ്ടോ? ചിലപ്പോൾ അത് ചില കടക്കെണികളായിരിക്കാം. വലിയ കടക്കെണികൾ, ഒരിക്കലും തീർത്താൽ തീരാത്ത കടം. മുൻപിലേക്ക് നോക്കിയാൽ വഴി ഒന്നും കാണുന്നില്ല, എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്നു, മുൻപിൽ ഒന്നുമില്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. അല്ലെങ്കിൽ ഒരു തീർത്താൽ തീരാത്ത രോഗത്തിൻ്റെ ബാധ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെയായിരിക്കാം. ഒരു രീതിയിലും മാറാത്ത വ്യാധി പിടിച്ചിരിക്കുന്നു. പ്രതികൂലങ്ങൾ അനവധിയാണ്. ഒരു ദൈവവൈതലിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പ്രതികൂലങ്ങൾ പലതായിരിക്കാം. ഇതുപോലുള്ളതായ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് നോക്കും? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുമോ? അത് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുമോ? ഏകനായി നിന്നുകൊണ്ട് മോശെ ആ ചെങ്കടൽ തീരത്ത് ദൈവസന്നിധിയിലേക്ക് മുഖമുയർത്തി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. സഹായിക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന 600,000 പുറപ്പെടുവിച്ചുകൊണ്ട് വന്നെങ്കിലും ആ ജനം അത്രയും മോശയെ കുറ്റം പറയുകയാണ് ചെയ്തത്. ആരും സഹായിക്കുവാനില്ലാതെ ഏകനായി നിന്നപ്പോൾ അതെ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയ മോശയ്ക്ക് സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നു. ആ ഭക്തനായ തൻ്റെ മോശയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ കർത്താവ് പറഞ്ഞു, നിന്റെ വടി ചെങ്കടലിന്മേൽ, ആ കടലിന്മേൽ നീട്ടുക എന്ന്. ഹല്ലേലൂയ! ആ മോശ നീട്ടിയപ്പോൾ ചെങ്കടൽ, അതെ, കിലോമീറ്ററുകളോളം വലുതായ ചെങ്കടൽ, വലിയ കടൽ രണ്ടായി പിരിഞ്ഞു. അത് 600,000 പോകുവാനുള്ളതായ ഉണങ്ങിയ പാത. മനുഷ്യന്റെ ബുദ്ധിക്കെല്ലാം അതീതമാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉറവുകൾ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ. സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തനു വേണ്ടി കരുതുന്നതായ വഴികൾ മനുഷ്യൻ കരുതുന്നത് പോലെയല്ല. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ! നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. കരുതുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കട്ടെ. ഈ പ്രതികൂല കാറ്റുകളിൽ നമ്മുടെ വിശ്വാസ പടക് ആടിയുലയെന്നും തോന്നിയാലും അമരക്കാരനായ കർത്താവ് അതിലുണ്ട്. കർത്താവ് നമ്മെ അക്കരെ എത്തിക്കും.